ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെന്റ് ക്ലബ് മാമ്പും IQACയും സംയുക്തമായി എഴുത്തിടം എന്ന പേരിൽ മലയാള കവിതകൾക്കായി ഒരിടം ഉദ്ഘാടനം ചെയ്തു. യുവ എഴുത്തുകാരിയും അധ്യാപികയും ഫിസിക്സ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥിനിയുമായ P. തേജസ്വിനിയായിരുന്നു മുഖ്യാതിഥി. കഴിഞ്ഞുപോയ കലാലയ ജീവിതത്തെ ഇപ്പോഴും ഓർക്കാറുണ്ടെന്ന് അവർ പറഞ്ഞു. മലയാള ക്ലബ് കോർഡിനേറ്റർ NS ബബിത ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PC ശ്രീനിവാസ് അധ്യക്ഷനായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ ഉയരങ്ങളിലെത്തുന്നത് ഏറ്റവും അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോളേജിന്റെ CEOയും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥികളിലൂടെ കോളേജ് എപ്പോഴും അംഗീകരിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് മുഖ്യാതിഥിക്ക് സ്നേഹോപകാരം നൽകി. കൊതി എന്ന കവിതാ സമാഹാരം ഗുരുദേവ് കോളേജിന് തേജസ്വിനി സമർപ്പിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ P. വിനോദ് കുമാർ, കോളേജ് കോർഡിനേറ്റർ A. മൃദുല, IQAC കോർഡിനേറ്റർ CK സൗമ്യ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. വിദ്യാർത്ഥികൾ സ്വന്തമായി എഴുതിയ കവിതകൾ അവതരിപ്പിച്ചു. മാമ്പ് സാഹിത്യവേദി മെമ്പറും സ്റ്റുഡന്റ് എഡിറ്ററുമായ അഭിരാമി നന്ദി പറഞ്ഞു. 2016 കാലഘട്ടത്തിലാണ് ഫിസിക്സിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് തന്നെ ആ സമയത്ത് തന്നെ മലയാള സാഹിത്യത്തോടും കവിതകളോടും ഒക്കെ വളരെ ഒരു താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു. പെരുമാറ്റത്തിന്റെ കാര്യത്തിലായാലും അച്ചടക്കത്തിന്റെ കാര്യത്തിലായാലും എടുത്തു പറയേണ്ട ഒരു സ്വഭാവ സവിശേഷതകളൊക്കെയുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു. എല്ലാ എഴുത്തുകളും പുതിയ സംസ്കാരത്തിന് രൂപം കൊടുക്കുന്നവയാണ്. പുതിയ എഴുത്തുകളൊക്കെ പുതിയ വിപ്ലവങ്ങൾ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലായാലും മലയാള ഭാഷ, എല്ലാ ഭാഷകളിലും എഴുതപ്പെടുന്ന എല്ലാ എഴുത്തുകളും കവിതകളും നാടകങ്ങളും നോവലുകളും ഒക്കെ പുതിയ കാലഘട്ടത്തിലെ സംസ്കാരമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം എടുത്തു പറയാനായിട്ടുള്ളത്. അത് ലോകത്തിലും സമൂഹത്തിലുമൊക്കെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് ആശംസിക്കാനായിട്ടുള്ളത് തേജസ്വിനിയുടെ എഴുത്തുകളും ചിന്തകളും കവിതകളും ഒക്കെ ഈ കേരള സംസ്കാരത്തിന് പുതിയ വിപ്ലവങ്ങൾ ആശയം സൃഷ്ടിക്കുന്ന തന്റെ പ്രവർത്തനങ്ങളായി മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ആധികാരികമായി പറയാൻ പറ്റുന്നത് എൻ്റെ അനുഭവങ്ങളെ കുറിച്ചാണ്. എഴുത്തിൽ അല്ലെങ്കിൽ വായനയിൽ ഞാൻ ഏറ്റവും ആദ്യം കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ നാടിനോടാണ്. അതായത് എൻ്റെ കുടുംബക്കാരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള എൻ്റെ നാടിനോടാണ്. അവിടെ ഏകദേശം 10,000-19,000 പുസ്തകങ്ങളൊക്കെ വരുന്ന ഒരു വായനശാലയുണ്ട്. എൻ്റെ വായനയുടെ പ്രാഥമിക സ്രോതസ് എന്ന് പറയുന്നത് ആ വായനശാലയാണ്. വായനയായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ വായനശാലയായിട്ടുള്ള ബന്ധം 2ാം ക്ലാസ് മുതൽ തുടങ്ങുന്നു. അവിടെ മുതൽ പിന്നീട് നിരന്തരം പുസ്തകങ്ങൾ എടുത്ത് വായിക്കാറുണ്ട്, പുസ്തകത്തിൻ്റെ കുറിപ്പുകൾ എഴുതി സൂക്ഷിക്കാറുണ്ട്. ആ ഒരു ശീലം ജീവിതത്തിലേക്ക് വന്നു. കുറേ വർഷങ്ങൾ തുടർന്നു പോയി. പിന്നീട് ഇവിടെ വന്നപ്പോൾ ഏറ്റവും നന്നായി വായിച്ച ഒരു കാലഘട്ടം ഒരു പക്ഷേ ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു. അതിന് കാരണം കോളേജുകളിൽ, ക്യാമ്പസുകളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ടല്ലോ. അപ്പം അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്ന് വേണം പറയാൻ. ഇന്നത്തെ ഉദ്ഘാടകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തേജസ്വിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വളരെയേറെ പ്രിയപ്പെട്ട എൻ്റെ മോളെ അടുത്ത സുഹൃത്തായ ഒരു കുട്ടിയാണ് തേജസ്വിനി. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിലേറെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പരിപാടികൾക്കൊക്കെ, സാഹിത്യ പരിപാടികൾക്കൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ഒരു കുട്ടി. ഇന്ന് നമ്മുടെ കോളേജിലെ അലുമിനിയായി ഇവിടെ ഈ ഒരു ചടങ്ങ് നിൽക്കുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷമുണ്ട്. നമുക്കറിയാൻ കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിലായി 3 അലുമിനികളെ നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മൈക്രോബയോളജിയിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്ന അണീജോയ് നമ്മുടെ കോളേജിലെ ഫൈൻ ആർട്സ് ഡേയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനിടയാക്കി.
ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പൊതു വിദ്യാർത്ഥിയായ നന്ദിത കഴിഞ്ഞ ദിവസം ഒരു അക്കാദമിക് സെമിനാറിനായിട്ട് നമ്മുടെ കോളേജിലെത്തി. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ വേറെ പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മുടെ ഇന്നിവിടെ എത്തിച്ചു വന്നിരിക്കുന്ന തേജസ്വിനിൻ്റെ ഇവിടെ സാംസ്കാരിക ഒരു സാഹിത്യ പരിപാടിയൊക്കെ എത്തിച്ചത്. അതായത് നമ്മുടെ വിവിധ മേഖലകളിൽ അതൊരു കലാകാരിയായ ഹണി, ഒരു നല്ല ശാസ്ത്രജ്ഞയായ നന്ദിത, അതോടൊപ്പം തന്നെ നല്ല സാഹിത്യകാരിയായ തേജസ്വിനി, മൂന്ന് നേതൃത്വത്തിൽ പറയുന്ന പോലെ വനിതാ സാഹിത്യത്തിൻ്റെ വക്താക്കളായിട്ട് തന്നെ നമ്മുടെ കോളേജിൽ പങ്കെടുക്കുന്നത് ഏറെ സന്തോഷിക്കുന്ന കാര്യം. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കാൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.